വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ ഗേറ്റഡ് വില്ല പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. 4 സെന്റ് 793 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 950 മീറ്ററും, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് കാക്കനാടേക്ക് 10 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 9.4 കിലോമീറ്ററും, മെട്രോ സ്റ്റേഷനിലേക്ക് 3.5 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 3.3 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 5.4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണ് ഇത്. 4.5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡിന് ഇരുവശത്തുമായി നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. 3 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ട് ഉള്ളത്. അതിൽ പണി പൂർത്തിയായ വില്ലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മനോഹരമായ ഈ ഒരു ആർക്കിടെക്ചറൽ വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി സിലിണ്ടറിക്കൽ ലൈറ്റ്സും അത്യാവശ്യം പെർമനന്റ് ഗ്ലാസ് വിൻഡോസും ജാലി വർക്കും ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇന്റേണൽ റോഡിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് മാംഗ്ലൂർ സ്റ്റോൺസും ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുള്ള സ്പേഷ്യസ് ആയ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് 10 അടിയോളം വീതിയുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ലൂവേർഡ് ഡിസൈനുള്ള പാനലിക്കും സിലിണ്ടറിക്കൽ ലൈറ്റ്സും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 10 അടിയോളം വീതിയുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തും മാംഗ്ലൂർ സ്റ്റോൺസും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു പ്ലാന്റർ ബോക്സ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിടുത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും 5 അടിയോളമാണ് വിടുത്ത് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബയോ വേസ്റ്റ് ഡിസ്പോസലിനുള്ള സ്കീം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അരക്കുകല്ലും ടാപ്പും കൂടി ലഭിക്കുന്നുണ്ട്. നോർത്ത് സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർശ്വമാണ് ലഭിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സ്കോട്ടോ ഡിസൈനൊക്കെ ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഷൂ റാക്ക് ലഭിക്കുന്നുണ്ട്. ഷൂ റാക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ക്വയർ ടോപ്പിൽ ജാലി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് താഴെയായി വലുപ്പമുള്ളൊരു വിൻഡോയും മുകളിലായിട്ട് പെർമനന്റ് ഗ്ലാസ് വിൻഡോയുമാണ് വരുന്നത്. വെസ്റ്റിലേക്ക് ഒരു നോർമൽ 3 ഡോർ വിൻഡോയും. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലും വർക്ക് ചെയ്ത് ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. TV യൂണിറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടുള്ള വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ മുകളിലായിട്ട് ട്രാക്ക് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിൽ വുഡൻ ടെക്സ്ചർ പെയിന്റ് നൽകി ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ വാളിലും വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ട്രാക്ക് ലൈറ്റും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ സൗത്തിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഫോൾഡിംഗ് ടേബിൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടർ എന്നുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഏകദേശം 19 അടിയോളം നീളവും 13 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. നമുക്കൊരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന പാർശ്വ വരുന്നത്. പാർശ്വയിലേക്ക് ഇറങ്ങാനായിട്ട് UPVCയുടെ സ്ലൈഡിംഗ് ഡോസും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് എല്ലാം വാൾ ടൈലൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഒരു മിററും ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡെക്കർ സ്പേസ് ഒക്കെ ലഭിക്കുന്നുണ്ട്.
ഇരുഭാഗത്തായിട്ട് ഈ ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു വാളിലും വാൾപേപ്പറൊക്കെ കൊടുത്ത് ട്രാക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും വരുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഗോൾഡൻ സ്ട്രിപ്പും എല്ലാം നൽകി ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനോട് കൂടിയാണ് വരുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ വയസ്സും വീഗാന്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് നമുക്ക് വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് ഇരുഭാഗത്തുമായിട്ട് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി കിച്ചൺ സിങ്ക് ആണ് വന്നിരിക്കുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. കബോർഡ് വർക്കുകളുടെ താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ ആണ്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെയും നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇരു ഭാഗത്തായിട്ടും ഗ്രിൽ ഡോറുകളൊക്കെ നൽകി ഷീറ്റ് കൊണ്ട് ഫുള്ളി കവർ ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് 13.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും ഗോൾഡൻ സ്ട്രിപ്പും ഭംഗിയുള്ള ഒരു ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബും അതിന്റെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയൻ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ എക്സ്പോസ്റ്റ് ഫാനും ഹീറ്റെന്നുള്ള പോയിന്റും എല്ലാം നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ട്രാക്ക് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡിന്റെ സൈഡ് ടേബിളിന് മുകളിലായിട്ട് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഗോൾഡൻ സ്ട്രിപ്പും സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയൻ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഹാഫ് ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടെക്സ്റ്റിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് ലൈറ്റിന് വരെ ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് ആണ് വരുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വോൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും ഗോൾഡൻ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്തിലേക്ക് ഒരു UPVC വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും വരുന്നുണ്ട്. മുകളിൽ വുഡൻ ടെക്സ്ചർ പെയിന്റ് നൽകി ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗിലേക്കാണ്. അപ്പർ ലിവിംഗിൽ നിന്ന് ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് TV യൂണിറ്റിനുള്ള സ്പേസ് ആണ്. TV യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ നൽകി വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് വർക്കും അതുപോലെ തന്നെ ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഗോൾഡൻ സ്ട്രിപ്പും ഭംഗിയുള്ള സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇത് താഴത്തെ ലിവിംഗ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫർണിഷ്ഡ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയോളം നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. കോട്ടും
ബെഡും എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് പോർഷനിലെ വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ട്രാക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഗോൾഡൻ സ്ട്രിപ്പും അതുപോലെ തന്നെ ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഒരു UPVC സ്ലൈഡിംഗ് ഡോറ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. കർട്ടൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലായിട്ട് വലുപ്പമുള്ള ഒരു വാൾഡ്രോപ്പും മുകളിൽ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ്. വെറ്റേറിയൻ ഡ്രൈയറിൽ തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ട്രാക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഗോൾഡൻ സ്ട്രിപ്പ് സീലിംഗ് ഫാനോട് കൂടിയാണ് വരുന്നത്. മറ്റൊരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ വലുപ്പമുള്ള വാൾഡ്രോബും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേറിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ റൂമാണിത്. ഇവിടെയായിട്ട് നമുക്ക് സ്റ്റഡി ടേബിളും മുകളിൽ സ്റ്റോറേജും ഓപ്പൺ ബോക്സും ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് ഒക്കെ ലഭിക്കുന്നുണ്ട്. പവർ പോയിന്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു റൂമും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒരു സീലിംഗ് ഫാനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റാണ് വന്നിരിക്കുന്നത്. 4 സെന്റ് 793 ലിങ്സ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും സ്റ്റഡി റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ ആർക്കിടെക്ചർ വില്ലയ്ക്ക് ചോദിക്കുന്നത് 1,08,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.